Hi all, this is Jasmine. In this video, we are going to discuss about some general classes of machine learning problems. In the K2 syllabus, after the machine learning applications, there comes the topics learning associations, classifications, and regressions, which is actually some of the classes of machine learning problems. Normally, the machine learning techniques are of three types. That means learning process are of three types. One is supervised learning, second one is unsupervised learning, and the third one is reinforcement learning. So under this, each one of the learning processor, they are using some classes. That means again sub classifications are there inside each of the learning process. Okay, in that subclasses, the same topics are also coming, like learning association, what is classifications, and what is regressions. So once you studied this, it is very easy for you to study the unsupervised learning as well as the supervised learning. Okay, so let's begin. First one is the learning association. In the learning association, we are making use of one method is association rule. Okay, association rule learning is a machine learning method for discovering interesting relations called association rules between variables in large databases using some measure of interestingness. എന്ന് വെച്ചാൽ നമ്മൾ ഓൾറെഡി നമ്മുടെ മെഷീൻ ലേണിങ്ങിൽ ഒരു ഡേറ്റാബേസ് ഉണ്ടായിരിക്കും. വി ഹാവ് ടു പ്രൊവൈഡ് എനോമസ് എമൗണ്ട് ഓഫ് ഡേറ്റാസ്. ആ ഡേറ്റാസിൽ നിന്നും they are trying to find out some interesting relations between the വേരിയബിൾസ് തമ്മിലുള്ള അല്ലെങ്കിൽ കണ്ടൻറ്റുകൾ തമ്മിലുള്ള ഒരു ഇൻട്രസ്റ്റിംഗ് റിലേഷൻസ് അത് ലേൺ ചെയ്തിട്ട് they will try to predict another interest of ours. നമ്മുടെ അടുത്ത ഇൻട്രസ്റ്റ് എന്താണ് എന്ന് അവർ പ്രെഡിക്റ്റ് ചെയ്ത് തരും. ഓക്കെ, അപ്പം ഫോർ എക്സാമ്പിൾ പറയുമ്പോഴേ നിങ്ങൾക്കിത് ക്ലിയർ ആവത്തുള്ളൂ എന്താണ് അസോസിയേഷൻ റൂൾ എന്ന്. അപ്പം ഇത്ര മാത്രം ആലോചിക്കുക. അപ്പം ഞാൻ കടയിൽ പോയി അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഷോപ്പിൽ പോയി ഞാൻ രണ്ട് തിങ്സ് മേടിച്ചിട്ടുണ്ടെങ്കിൽ ആ രണ്ട് തിങ്സ് മേടിക്കുന്ന ആൾക്കാർ മൂന്നാമത് ഒരു തിങ് വാങ്ങിക്കാനുള്ള ചാൻസ് അല്ലെങ്കിൽ പ്രോബബിലിറ്റി എത്ര എന്ന് കണ്ടുപിടിക്കും. എൻ്റെ ഇൻട്രസ്റ്റ് അനുസരിച്ച് ഞാൻ രണ്ട് തിങ്സ് വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ മൂന്നാമതൊരു തിങ്സ് ഈ രണ്ട് വാങ്ങിച്ച തിങ്സിനെ ബേസ് ചെയ്തുകൊണ്ട് ഞാൻ മൂന്നാമതൊരു തിങ് വാങ്ങിക്കാനുള്ള പ്രോബബിലിറ്റി, അതാണ് അസോസിയേഷൻ റൂൾ എന്ന് കൊണ്ട് മീൻ ചെയ്യുന്നത്. ഓക്കെ, സോ ലെറ്റ്സ് ഗോ ഫോർ ആൻ എക്സാമ്പിൾ. കൺസിഡർ എ സൂപ്പർ മാർക്കറ്റ് ചെയിൻ. The management of the chain is interested in knowing whether there are any patterns in the purchase of products by customers like the following. Okay, അതായത് ഒരു സൂപ്പർ മാർക്കറ്റ് ചെയിൻ വെച്ചിട്ട് ആണ് പറയുന്നത്. അപ്പോൾ അവർ വരുന്ന കസ്റ്റമേഴ്സിൻ്റെ ഇടയിലുള്ള ഒരു ഇൻട്രസ്റ്റ് പാറ്റേൺസ് എന്താണ് എസ്റ്റിമേറ്റ് ചെയ്യാനാണ് അവർ നോക്കുന്നത്. ഓക്കെ, ഇങ്ങനെയാണ്. ഇഫ് എ കസ്റ്റമർ ബൈസ് ഒണിയൻസ് ആൻഡ് പൊട്ടറ്റോസ് ടുഗെദർ then he or she is likely to also buy hamburger. ഇപ്പോൾ ഒരു കസ്റ്റമർ വന്ന് ഓണിയനും പൊട്ടാറ്റോസും പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ദ പ്രോബബിലിറ്റി ഓഫ് ബൈയിങ് ദ ഹാംബർഗർ അതും കൂടി അവർ കാൽക്കുലേറ്റ് ചെയ്യും. ഓക്കെ, അപ്പം രണ്ട് തിങ്സ് ഞാൻ പോയി മേടിച്ചു. ആ തിങ്സ് എന്ന് പറയുന്നത് ഓണിയൻസും പൊട്ടാറ്റോസുമാണ്. അപ്പോൾ ഈ രണ്ട് തിങ്സ് വാങ്ങിച്ചവർക്ക് മൂന്നാമത് ഒരു തിങ്ങായ ഒരു ഫുഡ് ഐറ്റമായ ഹാംബർഗർ വാങ്ങാനുള്ള പ്രോബബിലിറ്റി അത് കാൽക്കുലേറ്റ് ചെയ്യും. ഓക്കെ, അപ്പോൾ അതാണ് നമ്മുടെ ലേണിംഗ് അസോസിയേഷനകത്ത് പറയുന്നത്. ഇവിടെ കൺസിഡർ ടു സെറ്റ്സ്. നമ്മൾ രണ്ട് സെറ്റായിട്ട് മാറ്റുകയാണ്. ഒന്ന്, ഒരു കസ്റ്റമർ സ്വയം അയാളുടെ ഇഷ്ടത്തിനനുസരിച്ച് മേടിച്ച
ഐറ്റംസും ഒരു സെറ്റും. സെക്കൻഡ് വൺ ഇസ് പ്രിഡിക്റ്റ് ചെയ്യാൻ പോകുന്ന, നമ്മൾ എസ്റ്റിമേറ്റ് ചെയ്തെടുക്കാൻ പോകുന്ന സെറ്റ് വേറൊരു സെറ്റായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യും. സോ കൺസിഡർ 2 സെറ്റ്സ്, ദാറ്റ് ഈസ് ഒണിയൻ പൊട്ടാറ്റോ എന്ന് പറയുന്നത് ഫസ്റ്റ് സെറ്റും ആൻഡ് ബർഗർ എന്ന് പറയുന്നത് സെക്കൻഡ് സെറ്റുമായിട്ട് എടുക്കും. ഓക്കെ, എന്നിട്ട് വി ക്യാൻ ഡിഫൈൻ ആൻ അസോസിയേഷൻ ബിറ്റ്വീൻ ദ സെറ്റ് ഓഫ് പ്രൊഡക്ട്സ് ഒണിയൻ പൊട്ടാറ്റോ ആൻഡ് ദ സെറ്റ് ബർഗർ. അപ്പം നമ്മൾ ഈ പറയുന്ന 2 സെറ്റുകളിൽ നിന്നും ഒരു അസോസിയേഷൻ റൂൾ കണ്ടുപിടിക്കാൻ പോകുന്നു. ദിസ് അസോസിയേഷൻ ഇസ് റെപ്രസെൻറ്റഡ് ഇൻ ദ ഫോം ഓഫ് എ റൂൾ ആസ് ഫോളോസ്. അതായത് ഒണിയനും പൊട്ടാറ്റോയും മേടിക്കുന്ന ആൾ ടെൻസ് ടു ബർഗർ മേടിക്കാനുള്ള ചാൻസ്, അതാണ് ഇവിടെ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഇവിടെ നമ്മൾ പറയുന്നത് കണ്ടീഷണൽ പ്രോബബിലിറ്റി എന്നാണ്. ഇതിനെന്താണ് പറയുന്നത്? കണ്ടീഷണൽ പ്രോബബിലിറ്റി. അതായത് ഒണിയൻ പൊട്ടാറ്റോസ് വാങ്ങിക്കുന്ന ഒരു കണ്ടീഷൻ നമ്മളിവിടെ പറഞ്ഞു. സോ വാട്ട് ഈസ് ദ പ്രോബബിലിറ്റി ഫോർ ബൈയിങ് ദ നെക്സ്റ്റ് ഐറ്റം? മെഷർ ഓഫ് ഹൗ ലൈക്ലി എ കസ്റ്റമർ ഹു ഹാസ് ബോട്ട് ഒണിയൻ ആൻഡ് പൊട്ടാറ്റോ ടു ബൈ ബർഗർ. ഒണിയനും പൊട്ടാറ്റോയും മേടിക്കുന്ന ഒരു കസ്റ്റമറിൻ്റെ പ്രോബബിലിറ്റി ഓഫ് ബൈയിങ് ബർഗർ, അതാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ദാറ്റ് മീൻസ് പ്രോബബിലിറ്റി ഓഫ്, ദാറ്റ് മീൻസ് പി ഓഫ് 2 സെറ്റ് പറയും, ഒണിയൻ പൊട്ടാറ്റോ, അതാണ് നമ്മൾ മേടിച്ചത്. ഓക്കെ, അപ്പോൾ മേടിച്ച ഐറ്റം ബാർ, ഇനി പ്രെഡിക്റ്റ് ചെയ്യുന്ന ഐറ്റം. ഓക്കെ, അപ്പോൾ പി പ്രോബബിലിറ്റി ഓഫ് ഒണിയൻ പൊട്ടാറ്റോ, ദാറ്റ് ഈസ് ദ ഫസ്റ്റ് സെറ്റ്, ബാർ ദ സെക്കൻഡ് സെറ്റ്, ദാറ്റ് ഈസ് ബർഗർ. ഓക്കെ, in finding an association rule x tends to by y, that means x എന്ന് പറയുന്ന ഒരു ഐറ്റം മേടിച്ചാൽ വൈയിലേക്ക് എത്താനുള്ള പ്രോബബിലിറ്റി. അപ്പോൾ ഇതിലേക്കുള്ള ഒരു അസോസിയേഷൻ റൂൾ നമ്മൾ ഫൈൻഡ് ചെയ്യാനാണെങ്കിൽ വി ആർ യൂസിങ് ഏത് പ്രോബബിലിറ്റിയാണ് നമ്മൾ അസോസിയേഷൻ റൂൾ ഫൈൻഡ് ചെയ്യാൻ യൂസ് ചെയ്യുന്നത്? കണ്ടീഷണൽ പ്രോബബിലിറ്റി, ആൻഡ് വിച്ച് ഈസ് ഇൻ ദ ഫോം പി ഓഫ് വൈ ബാർ എക്സ്. പി ഓഫ് വൈ ബാർ എക്സ്, വൈ എന്ന് പറയുന്നത് കസ്റ്റമർ മേടിക്കാൻ ചാൻസ് ഉള്ള ഒരു സംഭവം. ഓക്കെ, ആൻഡ് എക്സ് എന്ന് പറയുന്നത് ഓൾറെഡി മേടിച്ച പ്രോഡക്ട്സ്. ഓക്കെ, അപ്പം അസോസിയേഷൻ റൂൾ, എക്സിൽ നിന്നും വൈയിലേക്കുള്ള ഒരു അസോസിയേഷൻ റൂൾ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തെടുക്കുന്നത് ബൈ മേക്കിംഗ് യൂസ് ഓഫ് സം കണ്ടീഷണൽ പ്രോബബിലിറ്റി ആണ്. ആ കണ്ടീഷണൽ പ്രോബബിലിറ്റി ഓഫ് ദ ഫോം എന്തായിരിക്കും? പി ഓഫ് വൈ ബാർ എക്സ്. വൈ എന്ന് പറയുന്നത് ദ പ്രോഡക്റ്റ് ദാറ്റ് കസ്റ്റമർ മേ ബൈ, അതായത് ഇനി നമ്മൾ പ്രെഡിക്റ്റ് ചെയ്ത് പറയുന്നത് ഇനി വാങ്ങിക്കാൻ ചാൻസ് ഉള്ള ഐറ്റം. ആൻഡ് എക്സ് ഈസ് ദ പ്രോഡക്റ്റ് ദറ്റ് ഓൾറെഡി ബോട്ട് ബൈ ദ കസ്റ്റമർ, ഓൾറെഡി കസ്റ്റമർ മേടിച്ച സംഭവം. ഓക്കെ, ഇതാണ് നമ്മൾ ഈ പറയുന്നതിലൂടെ പറയുന്നത്. ഇനി നമുക്ക് ഒരു വേരിയബിളും കൂടി നമ്മൾ അറിയേണ്ടതുണ്ട്, ഒരു ഡി എന്ന് പറയുന്ന ഒരു വേരിയബിൾ. അത് പറയാം. ഇവിടെ പറഞ്ഞിരിക്കുന്നത് നോക്ക്, നമ്മൾക്ക് പി ഓഫ് പ്രോബബിലിറ്റി ഓഫ് വൈ ബാർ എക്സ് എന്താണെന്നറിയാം. വൈ എന്ന് പറയുന്നത് നമുക്ക് ഐറ്റം മേടിക്കാൻ ഇനി ചാൻസ് ഉള്ള ഐറ്റവും, എക്സ് എന്ന് പറയുന്നത് നമ്മുടെ കയ്യിൽ ഓൾറെഡി മേടിച്ച് വെച്ചിരിക്കുന്നതും. ഇവിടെ ഒരു അഡീഷണൽ ആയിട്ടുള്ള ഒരു വേരിയബിൾ വരുന്നു, കോമ ഡി. ദാറ്റ് മീൻസ് കണ്ടീഷണൽ പ്രോബബിലിറ്റിക്കകത്ത് ഒരു ഡി എന്ന് പറയുന്ന ഒരു ന്യൂ വേരിയബിൾ വന്നു. അപ്പോൾ എന്താണ് ഈ ഡി? ഡി എന്ന് പറഞ്ഞാൽ നമ്മൾ അവിടെ ഒരു റെസ്ട്രിക്ഷൻസ്, അതായത് കുറച്ച് വേറെ റെസ്ട്രിക്ഷൻസും കൂടെ പ്രൊവൈഡ് ചെയ്യുകയാണ്. അതായത് മേടിക്കുന്ന ആളുടെ ജെൻഡർ, ഏജ്, അങ്ങനെ കുറച്ച് ആട്രിബ്യൂട്ട്സും കൂടി ആഡ് ചെയ്യുമ്പോൾ, അതായത് ഒരു 40 എബവ് ഏജ് ഉള്ള ഒരാളാണ് ഈ പറയുന്ന ഐറ്റം മേടിക്കുന്നതെങ്കിൽ, ഓക്കെ, ഒണിയനും പൊട്ടാറ്റോയും മേടിക്കുന്നതെങ്കിൽ അയാൾ ഹാംബർഗർ മേടിക്കാനുള്ള ചാൻസ് ആയിരിക്കും നോക്കുന്നത്. ഓക്കെ, അതേസമയം ഒരു അഡൽട്ട് ആയിട്ടുള്ള ഒരാളാണ് എങ്കിൽ, അല്ലെങ്കിൽ കിഡ്സുകളാണ് എന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഇത് മേടിക്കാനുള്ള ചാൻസ്, ദാറ്റ് മീൻസ് ബിലോ ഇൻ ബിറ്റ്വീൻ ദ ഏജ് 15 to 25 എന്ന് പറയുന്നത് ദ പ്രോബബിലിറ്റി ഓഫ് ബൈയിങ് ദിസ് ഹാംബർഗർ ഈസ് വെരി ഹൈ. ഓക്കെ, വെൻ കമ്പയർഡ് വിത്ത് ദി ഓൾഡ് പീപ്പിൾ. അപ്പം അങ്ങനെ ഒരു റെസ്ട്രിക്ഷൻസ്, ഒരു ആട്രിബ്യൂട്ട്, എക്സ്ട്രാ ഒരു ആട്രിബ്യൂട്ടും കൂടി നമ്മൾ ഇതിനകത്തേക്ക് എന്ത് ചെയ്യും? ഇൻക്ലൂഡ് ചെയ്തിടും. അതും പി ഓഫ് വൈ ബാർ എക്സ് കോമ ഡി എന്തായിരിക്കും? ടു മേക്ക് എ ഡിസ്റ്റിങ്ഷൻ എമംഗ് കസ്റ്റമേഴ്സ് പലതരത്തിലുള്ള കസ്റ്റമേഴ്സ് ഉണ്ട്. അപ്പോൾ അവരെ തമ്മിൽ ഒരു ഡിസ്റ്റിങ്ഷൻ, ഒരു സെപ്പറേഷൻ വരുത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പറയുന്ന ഡി യൂസ് ചെയ്യുന്നത്. വി മേ എസ്റ്റിമേറ്റ് പി ഓഫ് വൈ ബാർ എക്സ് കോമ ഡി വേർ ഡി ഈസ് എ സെറ്റ് ഓഫ് കസ്റ്റമർ ആട്രിബ്യൂട്ട്സ്. അപ്പം ബൈ ചെയ്യാൻ വരുന്ന കസ്റ്റമേഴ്സിൻ്റെ
ആട്രിബ്യൂട്ടും കൂടി നോക്കും. ഓക്കെ, അയാളുടെ ജെൻഡർ മെയിൽ ആണോ ഫീമെയിൽ ആണോ, ആൻഡ് വാട്ട് ഈസ് ദ ഏജ് ആൻഡ് മാരിറ്റൽ സ്റ്റാറ്റസ്, ആൻഡ് ലൈക്ക് ദാറ്റ് ഓഫ് ആട്രിബ്യൂട്ട്സ് വി ആർ ഓൾസോ ചെക്കിംഗ് വൈൽ പെർഫോമിങ് ദിസ് കണ്ടീഷണൽ പ്രോബബിലിറ്റി. ഓക്കെ, അതാണ് ഇവിടെ നടക്കുന്നത്. ഇനി അപ്പോൾ ഇത്രയും മനസ്സിലായല്ലോ. ഇതെന്ന് പറയുന്നതാണ് ലേണിംഗ് അസോസിയേഷൻ എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഈ പറയുന്ന ലേണിംഗ് അസോസിയേഷൻ യൂസ് ചെയ്ത്, ഈ പറയുന്ന ഒരു ടെക്നിക്ക് അല്ലെങ്കിൽ മെത്തേഡ് യൂസ് ചെയ്ത് വർക്ക് ചെയ്യുന്ന കുറച്ച് അൽഗോറിതംസ് ഉണ്ട്. ഓക്കെ, ദർ ആർ സെവറൽ അൽഗോറിതംസ് ഫോർ ജനറേറ്റിംഗ് അസോസിയേഷൻ റൂൾസ്. അതിനകത്ത് മെയിനായിട്ട് വരുന്ന 3 അൽഗോറിതംസ് ആണ്: അപ്രിയോറി അൽഗോറിതം, എക്ലിറ്റ് അൽഗോറിതം ആൻഡ് ഫ്രീക്വൻസി പാറ്റേൺ അൽഗോറിതം. സോ നിങ്ങൾ എക്സാമ്പിൾ മാത്രം പഠിച്ചാൽ മതി. അതിന് ഇനി അങ്ങോട്ടേക്ക് പോകുമ്പോഴായിരിക്കും ചിലപ്പം ഡെപ്തായിട്ട് ഇതിനെപ്പറ്റി പഠിക്കാൻ വരുന്നത്. സോ ഇൻ ദിസ് ചാപ്റ്റർ ഓൺലി വി നീഡ് ടു know about the name of the algorithms that are making use of this learning association. Okay. Then next class of machine learning problems is classification. Classification is the problem of identifying to which of a set of categories a new observation belongs on the basis of a training set of data containing observations or instances whose category membership is known. വേറൊന്നുമില്ല. ക്ലാസിഫിക്കേഷൻ എന്ന് ഉദ്ദേശിക്കുന്നത്, ഇപ്പോൾ എക്സാമ്പിൾ പറയാം. ഇപ്പോൾ ഒരു ക്യാൻസർ മാസമാണോ അല്ലയോ എന്ന് അറിയണം. ഒരു പേഷ്യൻറ്റിൻ്റെ ട്യൂമർ എന്ന് പറയുന്നത് അത് മെലിഗ്നൻ്റ് ആയിട്ടുള്ളൊരു സംഭവമാണോ അതേ ബിനിങ് ആണോ എന്ന് അറിയണം. എന്നുവെച്ചാൽ അതിനകത്ത് ക്യാൻസറിൻ്റെ കണ്ടൻറ്റ് ഉണ്ടോ അല്ലെങ്കിൽ ക്യാൻസറിൻ്റെ കണ്ടൻറ്റ് ഇല്ലയോ എന്ന് നമുക്ക് മനസ്സിലാക്കണം. മെലിഗ്നൻ്റ് എന്ന് പറഞ്ഞാൽ ക്യാൻസറിൻ്റെ കണ്ടൻറ്റ് ഉള്ളതും, ബിനൈങ് എന്ന് പറഞ്ഞാൽ അത് കണ്ടൻറ്റ് ഇല്ലാത്ത വെറും അതൊരു മാസ് മാത്രമാണ്, അല്ലാതെ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ഓക്കെ, അതിനകത്ത് അപ്പം ഇങ്ങനെ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? പാസ്റ്റ് ഡേറ്റാസ്, നമ്മൾ ഏതെങ്കിലും ഹോസ്പിറ്റൽസിൽ പോയിട്ട് അവരുടെ പെർമിഷനോട് കൂടി നമ്മൾ പാസ്റ്റ് ഡേറ്റാസ് കളക്ട് ചെയ്യും. കളക്ട് ചെയ്തിട്ട് നമ്മൾ ഈ പറയുന്ന ഡേറ്റാസിനെ ട്രെയിൻ ചെയ്തിട്ട് നമ്മളൊരു മോഡൽ ഉണ്ടാക്കും. എന്നിട്ട് അതിനകത്തേക്ക് ഒരു പുതിയ ഇൻപുട്ട് കൊടുക്കുമ്പോൾ, ഒരു ഇമേജ് നമ്മൾ കൊടുക്കുമ്പോൾ ഈ പറയുന്ന പ്രെഡിക്റ്റ് ചെയ്ത് തരും അതിനകത്ത് മാസം ഉണ്ടോ അല്ലെങ്കിൽ അത് ക്യാൻസറസ് ആണോ അല്ലയോ എന്ന് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്ത് തരും. ഓക്കെ, അതായത് ക്ലാസിഫിക്കേഷൻ എന്ന് പറയുമ്പം അതിനകത്ത് എന്താണ്, ഒന്നുകിൽ മൾട്ടി ക്ലാസ് ആയിരിക്കാം അല്ലെങ്കിൽ ഡ്യുവൽ ക്ലാസ് ആയിരിക്കാം. ദാറ്റ് മീൻസ് ഒന്നെങ്കിൽ അത് ക്യാൻസറസ് അല്ലെങ്കിൽ അല്ല എന്ന് ഔട്ട്പുട്ട് പ്രെഡിക്റ്റ് ചെയ്യുന്നു. അതായത് 2 ക്ലാസ്സിനകത്തായിരിക്കും നമ്മുടെ ഔട്ട്പുട്ട്സുകൾ ജനറേറ്റ് ആയി വരുന്നത്. മൾട്ടി ക്ലാസ്സസും ഉണ്ട്. നമ്മൾക്ക് മെയിനായിട്ട് പഠിക്കാനുള്ളത് നിങ്ങൾക്കിപ്പം ഡ്യുവൽ ക്ലാസ് മാത്രം, അതായത് 2 ക്ലാസ്സിൻ്റെ മാത്രം അറിഞ്ഞിരുന്നാൽ മതി. മൾട്ടി ക്ലാസ്സും ഉണ്ട് എന്നും മനസ്സിലാക്കുക. ഓക്കെ, അപ്പം ഇതാണ് ശരിക്കും ക്ലാസിഫിക്കേഷനകത്ത് വരുന്നത്. സോ അതാണ് പറഞ്ഞിരിക്കുന്നത്. ക്ലാസിഫിക്കേഷൻ ഈസ് ദ പ്രോബ്ലം ഓഫ് ഐഡൻറ്റിഫൈങ് ടു വിച്ച് ഓഫ് എ സെറ്റ് ഓഫ് കാറ്റഗറീസ് എ ന്യൂ ഒബ്സർവേഷൻ ബിലോങ്സ്. ഒരു പുതിയൊരു ഇൻപുട്ട് കൊടുത്താൽ അത് ഏത് കാറ്റഗറിയിൽ വരുന്നതാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യും. അതിന് എങ്ങനെ, ഏതിൻ്റെ ബേസിലാണ്? ഓൺ ദ ബേസിസ് ഓഫ് ദ ട്രെയിനിങ് സെറ്റ് ഓഫ് ഡേറ്റ. നമ്മൾ കൊടുക്കുന്ന നമ്മൾ ട്രെയിൻ ചെയ്ത് വെച്ചിരിക്കുന്ന ഡേറ്റാസിനെ ബേസ് ചെയ്തിട്ടാണ് ഈ പറയുന്ന പുതിയ ഇൻപുട്ടിന് ഏത് കാറ്റഗറിയിലാണ് അത് ബിലോങ് ചെയ്യുന്നതെന്ന് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്ത് തരുന്നത്. ഓക്കെ, അതിനൊരു എക്സാമ്പിൾ ഇവിടെ വേറൊന്ന് പറയുന്നുണ്ട്, അത് നമുക്ക് നോക്കാം. ഈ ഒരു എക്സാമ്പിളിനകത്ത് നമുക്ക് 2 ആട്രിബ്യൂട്ട്സ് ആണ് തന്നിരിക്കുന്നത്. അതിനകത്തൊരു ഔട്ട്പുട്ട് ആട്രിബ്യൂട്ടാണ് റിസൾട്ട് എന്ന് പറയുന്നത്, അതായത് ഒരു ലേബൽ. അപ്പം നമ്മൾ ഈ പറയുന്ന ലേബിൾഡ് ഡേറ്റാസ് അതായത് കുറേ ഇൻപുട്ട് കൊടുക്കുന്നു, അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഔട്ട്പുട്ട്സും അവിടെ തന്നെ കൊടുത്തിട്ടുണ്ട്. അപ്പം നമ്മൾ ആ ഔട്ട്പുട്ടും കൂടി കൊടുക്കുമ്പോഴാണ് നമ്മൾ അതിനെ ലേബിൾഡ് ഡേറ്റ എന്ന് പറയുന്നത്. അതായത് നമ്മളെ ആ മോഡൽ, ആ ഒരു ഡേറ്റാസിനെ, ആ ഒരു ട്രെയിനിങ് ഡേറ്റാ സെറ്റ്സ് എന്ന് പറയുന്നത് ഒരു ലേബിൾഡ് ഡേറ്റാസ് ആണ് അവിടെ പ്രൊവൈഡ് ചെയ്യുന്നതെന്ന് പറയും. എന്താണ് ലേബിൾഡ് ഡേറ്റ? നമ്മൾ ഇൻപുട്ടും കൊടുത്തു ഔട്ട്പുട്ടും കൊടുത്ത് നമ്മൾ ട്രെയിൻ ചെയ്യുന്ന ഒരു സംഭവം. ഓക്കെ, ചിലതിന് മീൻസ് അതെന്ന് പറയുന്നത് സൂപ്പർവൈസ്ഡ് ലേണിംഗ് ആണ്. നമ്മൾ ഇൻപുട്ടും കറസ്പോണ്ടിങ് ഔട്ട്പുട്ടും കൂടി കൊടുത്ത് ഒരു മോഡലിനെ ട്രെയിൻ ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ അതിനെ സൂപ്പർവൈസ്ഡ് എന്നും, നമ്മൾ ഔട്ട്പുട്ട് കൊടുക്കാതെ നമ്മൾ ഇൻപുട്ട് മാത്രം കൊടുത്ത് ചെയ്യുന്നതിനെയാണ് നമ്മളതിനെ അൺസൂപ്പർവൈസ്ഡ് എന്നും പറയുന്നത്. ഓക്കെ, അത് പിന്നീട് നമ്മൾ പഠിക്കും.
സോ ഇവിടെ രണ്ട് ആട്രിബ്യൂട്ട്സ് ആണ് തന്നിരിക്കുന്നത്. ഒന്ന് സ്കോർ 1 എന്ന് പറയുന്നതും സ്കോർ 2 എന്ന് പറയുന്ന ആട്രിബ്യൂട്ടും ആൻഡ് ദ റിസൾട്ട് ഔട്ട്പുട്ട് എന്ന് പറഞ്ഞ് പഠിപ്പിക്കുന്നത് റിസൾട്ടാണ്. ഓക്കെ, അപ്പോൾ സ്കോർ 1-നകത്ത് കൊടുത്തിരിക്കുന്നത് 29, 22, 10 കുറേ മാർക്സ് ആണ് കൊടുത്തിരിക്കുന്നത്. ദാറ്റ് മീൻസ് വാല്യൂസ്, ദാറ്റ് മീൻസ് ഏതോ ഒരു പേപ്പറിൻ്റെ മാർക്കുകൾ. ആൻഡ് സ്കോർ 2 എന്ന് പറയുന്നത് പേപ്പറോ നിങ്ങൾ എന്ത് വേണോ വിചാരിക്കാം കേട്ടോ, അത് ഏതോ ഒരു വാല്യൂ അറ്റൈൻ ചെയ്യുമ്പോൾ അത് പാസ്സും ആകുന്നുണ്ട്, ഏതോ ഒരു വാല്യൂ അറ്റൈൻ ചെയ്യുമ്പോൾ അത് ഫെയിലും ആകുന്നുണ്ട്. And the next one is score 2, 43, 29, 47, 55, 18, 54, 40 and 41 is given here. And the corresponding result are also given. അപ്പോൾ നമ്മൾ ഈ പറയുന്ന ഇൻപുട്ട് ഔട്ട്പുട്ട് ഡേറ്റാ സെറ്റ്സ് നോക്കിയിട്ട് ഇനി ഒരു പുതിയ വാല്യൂ കൊടുത്താൽ അത് നമുക്ക് എന്ത് ചെയ്യും, കറസ്പോണ്ടിങ് വാല്യൂ പാസ്സാണോ ഫെയിലാണോ എന്ന് പറയുന്ന കാറ്റഗറിയിനകത്തേക്ക് ഔട്ട്പുട്ട് ജനറേറ്റ് ചെയ്ത് തരും. സോ given a training set of data, നമ്മൾക്ക് ഇവിടെ തന്നിരിക്കുന്ന കുറേ ഡേറ്റാസ് ആണ്, ട്രെയിനിങ് സെറ്റ് ഓഫ് ഡേറ്റാസ് ആണ്, രണ്ട് ആട്രിബ്യൂട്ട്സ് ആണ് സ്കോർ 1 ആൻഡ് സ്കോർ 2 ആൻഡ് ദർ ഇസ് എ ക്ലാസ് ലേബൽ. റിസൾട്ട് എന്ന് പറയുന്നതാണ് നമ്മുടെ ലേബിൾഡ് ഡേറ്റ. ക്ലാസ് ലേബൽ ഹാസ് 2 പോസിബിൾ വാല്യൂസ്. ക്ലാസ് ലേബലിന് 2 പോസിബിൾ വാല്യൂസ് ആണ് കൊടുത്തിട്ടുള്ളത്, അതായത് ഡ്യുവൽ ക്ലാസ് ആണ്. ദാറ്റ് മീൻസ് പാസ് ആൻഡ് ഫെയിൽ. പാസും ഫെയിൽ എന്ന് പറയുന്ന 2 ക്ലാസ്സസ് ആണ് ഇവിടെ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ദ ഡേറ്റ ക്യാൻ ബി ഡിവൈഡഡ് ഇൻ ടു 2 കാറ്റഗറീസ്. നമ്മൾ കൊടുക്കുന്ന ഡേറ്റയെ 2 കാറ്റഗറിയിലേക്ക് ഡിവൈഡ് ചെയ്യാം. ഏതർ അതിന് പാസ് എന്ന് പറയുന്ന കാറ്റഗറിയിലേക്കും അല്ല എന്നുണ്ടെങ്കിൽ ഓർ നമുക്ക് ഫെയിൽ എന്ന് പറയുന്ന കാറ്റഗറിനകത്തേക്കും ഡിവൈഡ് ചെയ്യാം. സെറ്റ് ഓഫ് ഡേറ്റ ഫോർ വിച്ച് ദ ക്ലാസ് ലേബൽ ഇസ് പാസ് ആൻഡ് സെറ്റ് ഓഫ് ഡേറ്റ ഫോർ വിച്ച് ദ ക്ലാസ് ലേബൽ ഇസ് ഫെയിൽ. ഇനി നമ്മൾ അടുത്ത ഒരു വാല്യൂ കൊടുക്കുകയാണ്. ഇഫ് വി ഹാവ് സം ന്യൂ ഡേറ്റ ഫോർ സ്കോർ 1 എന്ന് പറയുന്നത് 25. നമ്മൾ തന്നിരിക്കുന്ന ഡേറ്റനകത്ത് സ്കോർ 1-നകത്ത് 25 എന്ന് പറയുന്ന വാല്യൂ ഇല്ല. ദാറ്റ് മീൻസ് അതൊരു പുതിയ ഇൻപുട്ട് വാല്യൂ ആണ്. ആൻഡ് ദ സ്കോർ 2 ഈസ് 36. 36 എന്ന് പറയുന്ന വാല്യൂ സ്കോർ 2-ലും ഇല്ല. ദാറ്റ് മീൻസ് സ്കോർ 1 ആൻഡ് സ്കോർ 2 ആർ ന്യൂ ഇൻപുട്ട് വാല്യൂസ്. വി ഹാവ് ടു ജനറേറ്റ് ദ ഔട്ട്പുട്ട് ജനറേറ്റ് ചെയ്യണം. ഓക്കെ, വി നീഡ് ടു പ്രെഡിക്റ്റ് ദ ഔട്ട്പുട്ട് on the basis of the past data given here. സോ നമുക്ക് നോക്കാം. നമുക്കതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഓൾറെഡി ഗ്രാഫ് വരച്ചിട്ടുണ്ട്, ഞാൻ വരച്ച് പറഞ്ഞു തരാം. ഒരു ഗ്രാഫ് വരയ്ക്കുക. ഓക്കെ, ഒരു ഗ്രാഫ് വരയ്ക്കുക. അതിനകത്തുള്ള എക്സ് ആക്സിസും ഉണ്ട്, വൈ ആക്സിസും ഉണ്ട്. എനിവേസ് നമുക്ക് 0 തൊട്ട് സ്റ്റാർട്ട് ചെയ്യാം. 0 എക്സ് ആക്സിൽ 10, 20, 30, 40, 50. ഓക്കെ, that's enough. Next y axis നകത്ത് വീണ്ടും 10, 20, 30, 40, 50, 60. ഓക്കെ, ഇനി നോക്ക്, നിങ്ങൾ ആദ്യത്തെ സ്കോർ നമുക്ക് തന്നിരിക്കുന്ന ട്രെയിനിങ് ഡേറ്റാസ് വെച്ചിട്ട് നിങ്ങൾ ഒന്ന് വരയ്ക്കുക. അതായത് പാസ്സാണെങ്കിൽ എന്താണ്, ജസ്റ്റ് സർക്കിൾ ഒരു ഇടുക. ഫെയിൽ ആണെന്നുണ്ടെങ്കിൽ ഡോട്ട്, അതായത് നമ്മുടെ കറുപ്പിച്ച് നിങ്ങൾ ഒരു ഡോട്ട് ഇടുക. അല്ലാത്തതാണെങ്കിൽ ഒരു 0 എന്ന് പറയുന്നത് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് ഇടുക. സോ 29 എക്സ് ആക്സിസിൽ സ്കോർ 1 എന്ന് പറയുന്നത് എക്സ് ആക്സിസിലെയും സ്കോർ 2 എന്ന് പറയുന്നത് വൈ ആക്സിസും ആണ്. ഓക്കെ, അപ്പോൾ സ്കോർ 1-ൽ 29 ആണ്. ഓക്കെ, നിങ്ങൾ ആ 29 എടുക്കുക. 29-ഉം അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സ്കോർ 2 എന്ന് പറയുന്നത് 43 ആണ്. ഓക്കെ, കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂ എന്ന് പറയുന്നത് 43 ആണ്. അപ്പോൾ ഈ 29, 43-ൽ വാല്യൂ എന്ന് പറയുന്നത് പാസ്സാണ്. സോ ഒരു കുഞ്ഞ് സർക്കിൾ അവിടെ വരയ്ക്കുക. നെക്സ്റ്റ് 22, 29 എടുക്കുക. 22 എന്ന് പറയുന്നത് ഇവിടെയാണ്. എക്സ് ആക്സിസിൽ 22, വൈ ആക്സിസിൽ 29 എടുക്കുക. അതെന്ന് പറയുന്നത് എന്താണ്, ഫെയിലാണ്. സോ തിക്കൺ ദി സർക്കിൾ, തിക്കൺ ചെയ്യുക. നെക്സ്റ്റ് 10, 47. 10, 47 എന്ന് പറയുന്നത് 10 അഗെയിൻ എക്സ് ആക്സിസിൽ 10 ആൻഡ് വൈ ആക്സിസിൽ 47. ദാറ്റ്സ് ഓൾസോ ദ ഫെയിൽ. സോ യു ജസ്റ്റ് ഡാർക്കൻ ദ സർക്കിൾ. ദെൻ 31, 55. എക്സ് ആക്സിസിൽ 31-ഉം വൈ ആക്സിസിൽ 55-ഉം. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, 55 ആവുന്ന കാരണം സോ ഇറ്റ് ഈസ് ഫെയിലാണ് നമുക്ക് തന്നിരിക്കുന്ന, പാസ്സാണ് നമുക്ക് തന്നിരിക്കുന്ന ഡേറ്റ, ലേബിൾഡ് ഡേറ്റ. സോ എന്ത് ചെയ്യണം, ജസ്റ്റ് you draw a circle over there and then move to 17 and 18. 17 in the x-axis and 18 in the y-axis. It is given that it is fail. So darken the circle. Again 33, 54. 33,
54, 33 in the x-axis and 54 in the y-axis. 54 in the y-axis, and it is given that's its pass. So just draw a circle over there, and then 32, 40. 32 in the y-axis, 32 in the y-axis, and 40 in the 32 in the x-axis and 40 in the y-axis, and there it is given, it is pass. So just draw the circle, and 20 and 41. 20 belongs to x-axis, where x-axis 20 belongs to x-axis, and 41 belongs to y-axis. 41 belongs to y-axis. Just mark the circle. Just mark the circle over there. Okay. സോ ഇത് വെച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, പുതിയ സ്കോർ കണ്ടുപിടിക്കണം. ഓക്കെ, പുതിയ സ്കോർ നിങ്ങൾ കണ്ടുപിടിക്കണം. അപ്പോൾ എന്താണ്, സ്കോർ 1 എന്ന് പറയുന്നത് 25 ആണ്. സ്കോർ 1 25 എക്സ് ആക്സിസിൽ 25ഉം വൈ ആക്സിസിൽ എന്താണ് 36. വൈ ആക്സിസിൽ 36. അവിടെ ഒരു സ്ക്വയർ ഇട്ടിട്ട് ഒരു സർക്കിൾ, ഒരു ക്വസ്റ്റ്യൻ മാർക്ക് ഇട്ടേക്കുക. നമുക്ക് ആ ഒരു പോയിൻ്റാണ് കണ്ടുപിടിക്കേണ്ടത്. അതാണ് ഈ പറയുന്ന ഫെയിലാണോ പാസ്സാണോ എന്ന് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. To find out the above question using the given data along, we need to find the rule or a formula or method. അപ്പോൾ നമുക്ക് ഈ പറയുന്ന പോയിന്റ് കണ്ടുപിടിക്കണം എന്നുണ്ടെങ്കിൽ വി നീഡ് ടു ഫൈൻഡ് എ റൂൾ, അല്ലെങ്കിൽ ഒരു ഫോമുലയോ എന്തെങ്കിലും മെത്തേഡോ നമ്മൾ ഈ പറയുന്ന ഗ്രാഫിൽ നിന്നും അനലൈസ് ചെയ്തെടുക്കണം. ഓൾറെഡി നമ്മൾ പാസ്റ്റ് ഡേറ്റാസ് ഉണ്ട്. ആ ഡേറ്റാസിൽ നിന്നും ഈ പറയുന്ന ഒരു പ്രോബ്ലത്തിന് ആൻസർ ലഭിക്കണം എന്നുണ്ടെങ്കിൽ പാസ്റ്റ് ഡേറ്റയിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യണം, ഒരു ഫോമുല ജനറേറ്റ് ചെയ്തെടുക്കണം. ദ പ്രോബ്ലം ഓഫ് ഫൈൻഡിങ് ദിസ് റൂൾ ഓഫ് ഫോമുല ഓർ മെത്തേഡ്, ഇങ്ങനെ നമ്മൾ ഇത്തരത്തിൽ നമ്മളൊരു ഫോമുല അല്ലെങ്കിൽ മെത്തേഡ് കണ്ടുപിടിക്കുന്ന, ആ റൂളിനെ കണ്ടുപിടിക്കുന്ന ഒരു പ്രോബ്ലത്തിനെയാണ് നമ്മൾ ക്ലാസിഫിക്കേഷൻ പ്രോബ്ലം എന്ന് വിളിക്കുന്നത്. ഓക്കെ, സോ ഞാൻ ഈ പറഞ്ഞല്ലോ, അതായത് ഈ പറയുന്ന ഒരു ഫോമുല കണ്ടുപിടിക്കണം എന്ന്. അപ്പോൾ ഇതിനെ നമ്മൾ ഡിസ്ക്രിമിനൻ്റ് എന്നാണ് വിളിക്കുന്നത്. ഈ ഒരു റൂൾ അല്ലെങ്കിൽ ഒരു മെത്തേഡ് നമ്മൾ കണ്ടുപിടിക്കണമല്ലോ, അതിനെ നമ്മൾ ഡിസ്ക്രിമിനൻ്റ് എന്ന് വിളിക്കും. ഈ ഡിസ്ക്രിമിനൻ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് തന്നിരിക്കുന്ന പാസ്റ്റ് ഡേറ്റയിൽ നിന്നും നമ്മളൊരു ഇക്വേഷൻ ഫോം ചെയ്തെടുക്കും. ഓക്കെ, ഇക്വേഷൻ അല്ലെങ്കിൽ റൂൾ, അതായത് ഇപ്പം സ്കോർ 1ഉം സ്കോർ 2ഉം കൂടി ആഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന വാല്യൂ ഗ്രേറ്റർ ദാൻ ഇന്ന വാല്യൂ ആണോ എങ്കിൽ അത് പാസ് എന്നും, അല്ല എങ്കിൽ ലെസ് ആണെങ്കിൽ അത് ഫെയിൽ എന്നും പറഞ്ഞിട്ട് കൊടുക്കും. ഓക്കെ, അതല്ല എന്നുണ്ടെങ്കിൽ ഇൻ ബിറ്റ്വീൻ വരുന്ന വാല്യൂ നിങ്ങൾക്ക് സെപ്പറേറ്റ് എടുക്കാം. അതായത് സ്കോർ 1ൻ്റെ വാല്യൂ ഇത്ര വാല്യൂയും സ്കോർ 2ൻ്റെ വാല്യൂ ഏതൊരു വാല്യൂൻ്റെ മുകളിലോ ഗ്രേറ്ററോ ആയി കഴിഞ്ഞാൽ അപ്പോൾ രണ്ടിൻ്റെയും കൂടി എടുക്കും. സ്കോർ 1ഉം എടുക്കും, സ്കോർ 2ഉം എടുക്കും. ഓക്കെ, അങ്ങനെ വെച്ചിട്ട് നിങ്ങൾക്ക് പ്രെഡിക്റ്റ് ചെയ്യാം. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് 2 വാല്യൂം കൂടി ആഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് എത്ര കിട്ടുന്നോ അതിനനുസരിച്ച് നമുക്ക് നമ്മുടെ പാസ്റ്റ് ഡേറ്റയെ നോക്കിയിട്ട് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്തെടുക്കാം. ഓക്കെ, അതിന് നമ്മൾ ഡിസ്ക്രിമിനൻ്റ് എന്നാണ് വിളിക്കുന്നത്. ഡിസ്ക്രിമിനൻ്റ് എന്ന് പറഞ്ഞാൽ ഒരു ക്ലാസിഫിക്കേഷൻ പ്രോബ്ലത്തിനകത്താണ് നമ്മളത് ഡിസ്ക്രിമിനൻ്റ് യൂസ് ചെയ്യുന്നത്. എന്താണ് റൂൾ, നമ്മൾ എന്താണോ ആ ഒരു പാസ്റ്റ് ഡേറ്റാസ് വെച്ചിട്ട് നമ്മളൊരു റൂൾ അല്ലെങ്കിൽ മെത്തേഡ് അല്ലെങ്കിൽ ഇക്വേഷൻ ഫോം ചെയ്യുന്നത്, അതിനെയാണ് നമ്മൾ ഡിസ്ക്രിമിനൻസ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞത് തന്നെയാണ്, തൊട്ട് മുന്നേ നമ്മൾ പറഞ്ഞത് തന്നെയാണ്, ഡിസ്ക്രിമിനൻ്റിൻ്റെ കാര്യം പറയുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഈ പറയുന്ന ക്ലാസിഫിക്കേഷൻ മെത്തേഡ് അല്ലെങ്കിൽ ക്ലാസ് യൂസ് ചെയ്യുന്ന റിയൽ ലൈഫ് എക്സാമ്പിൾസ് ആണ് ഒപ്റ്റിക്കൽ ക്യാരക്ടർ റെക്കഗ്നിഷൻ, അതുപോലെ തന്നെ ഫേസ് റെക്കഗ്നിഷൻ. ഓക്കെ, ഡേറ്റാബേസിൽ എടുത്ത് വെച്ചിട്ട് ഫേസിനെ നമുക്ക് റെക്കഗ്നൈസ് ചെയ്യാം, അയാളാണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്യാം. സ്പീച്ച് റെക്കഗ്നിഷൻ, മെഡിക്കൽ ഡയഗ്നോസിസ്, നോളജ് എക്സ്ട്രാക്ഷൻ, കംപ്രഷൻ, ഇതിനെല്ലാം നമ്മൾ ഈ പറയുന്ന ക്ലാസിഫിക്കേഷൻസ് ആണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നോക്കുമ്പോൾ നിങ്ങൾക്കറിയാം നെക്സ്റ്റ് വൺ ഇസ് ഡിസ്ക്രിമിനൻ്റ്. ഞാൻ പറഞ്ഞിട്ടുണ്ട്, എന്താണ് നമ്മൾ ഓൾറെഡി പറഞ്ഞു. എ ഡിസ്ക്രിമിനൻ്റ് ഓഫ് എ ക്ലാസിഫിക്കേഷൻ പ്രോബ്ലം ഈസ് എ റൂൾ ഓർ എ ഫംഗ്ഷൻ ദാറ്റ് ഈസ് യൂസ്ഡ് ടു അസൈൻ ലേബിൾസ് ടു ന്യൂ ഒബ്സർവേഷൻ. പുതിയ ഔട്ട്പുട്ട് ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ പുതിയൊരു ഇൻപുട്ട് തന്നിരുന്നു, ആ ഇൻപുട്ടിന് ഒരു കറസ്പോണ്ടിങ് ഔട്ട്പുട്ട് ജനറേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ പാസ്റ്റ് ഡേറ്റാസ് യൂസ് ചെയ്ത് ഒരു ഫംഗ്ഷൻ അല്ലെങ്കിൽ റൂള് നമ്മൾ ഉണ്ടാക്കുന്നതിനെയാണ് ഡിസ്ക്രിമിനൻ്റ് എന്ന് വിളിക്കുന്നത്. ഇവിടെ ആ എക്സാമ്പിൾ വെച്ചിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. ഇപ്പം സ്കോർ 1 + സ്കോർ 2 എന്ന് പറയുന്നത് രണ്ടിൻ്റെയും കൂടി സ്കോർ എടുത്തിട്ട് അത് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 60 ആണ് എന്നുണ്ടെങ്കിൽ അത് പാസ് എന്ന് പറയുന്ന കാറ്റഗറിയിലേക്കും, അല്ല എന്നുണ്ടെങ്കിൽ ഫെയിൽ എന്ന് പറയുന്ന കാറ്റഗറിയിലേക്കും പോകും. ഓക്കെ, അല്ലെങ്കിൽ ഇപ്പോൾ പറയാം സ്കോർ 1 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 20 ആൻഡ് സ്കോർ 2 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 40. രണ്ടിനെയും സെപ്പറേറ്റ് ചെയ്ത് ഞാൻ പറയുന്നു.
ഓക്കെ, അങ്ങനെയാണെങ്കിൽ എനിക്ക് പാസ് എന്ന് വിളിക്കാം, എൽസ് ഫെയിൽ എന്ന് വിളിക്കാം. ഓക്കെ, സോ ഇങ്ങനെയാണ് നമ്മൾ ഡിസ്ക്രിമിനൻ്റ് എന്ന് വിളിക്കുന്നത്. ഇനി നമ്മൾ അതായത് ഇനി നിങ്ങൾ അങ്ങോട്ട് പഠിക്കുമ്പോൾ, അതായത് സൂപ്പർവൈസ്ഡ് ലേണിങ്ങിൽ കുറച്ച് ഡെപ്തായിട്ട് പഠിക്കുമ്പോൾ അതിനകത്ത് അവിടെ ഹൈപ്പോത്തസിസ് സ്പേസ് എന്നൊക്കെ പറഞ്ഞിട്ട് പഠിക്കാനുണ്ട്. അവിടെ ഇത് നിങ്ങൾക്ക് കുറച്ചും കൂടി പഠിക്കാൻ, അതായത് നിങ്ങൾക്കൊരു പ്രോബ്ലം തന്നിട്ട് അതിന് ജനറേറ്റ് ചെയ്യാൻ പറയുന്നുണ്ട്. അവിടെ നമുക്ക് ഇതിനെ വലിയ കാര്യമായിട്ട് തന്നെ പഠിക്കാനുണ്ട്. ഓക്കെ, സോ ഇനി ഇതിനകത്ത് പറയുന്നത് അൽഗോറിതംസ്, നമ്മുടെ ക്ലാസിഫിക്കേഷൻ നകത്ത് മെയിനായിട്ട് യൂസ് ചെയ്യുന്ന അൽഗോറിതംസ് ആണ്. അതിനകത്ത് ലോജിസ്റ്റിക് റിഗ്രഷൻ, നെയ്വ് ബേസ് അൽഗോരിതം, KNN അൽഗോരിതം, ഡിസിഷൻ ട്രീ അൽഗോരിതം, സപ്പോർട്ട് വെക്റ്റർ മെഷീൻ അൽഗോരിതം, റാൻഡം ഫോറസ്റ്റ് അൽഗോരിതം. ഇതിനകത്ത് കുറച്ചെന്നല്ല കുറേയൊക്കെ നിങ്ങൾക്ക് അങ്ങോട്ട് വരുമ്പം പഠിക്കാനുള്ള അൽഗോറിതംസ് തന്നെയാണ്. ഈ പറയുന്ന അൽഗോറിതംസ് എല്ലാം ക്ലാസിഫിക്കേഷൻ ബേസ്ഡ് ആയിട്ടുള്ള അൽഗോറിതംസ് ആണ്. നമ്മൾ നേരത്തെ ലേണിംഗ് അസോസിയേഷൻ പഠിച്ചപ്പോൾ പറഞ്ഞിരുന്നു, ലേണിംഗ് അസോസിയേഷനകത്ത് ലേണിംഗ് അസോസിയേഷൻ ടെക്നിക്ക് യൂസ് ചെയ്യുന്ന അൽഗോറിതംസ് ആയിരുന്നു അപ്രിയോറി അൽഗോറിതംസ്, എക്ലറ്റ് ആൻഡ് ഫ്രീക്വൻസി പാറ്റേൺ അൽഗോറിതംസ്. ലൈക്ക്വൈസ് the techniques, the classification techniques used algorithms are logistic regression, naive Bayes, KNN, decision, support vector machine and random forest algorithm. ഈ സപ്പോർട്ട് വെക്റ്റർ മെഷീൻ ഒക്കെ നേരത്തെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാകും, ഡേറ്റ മൈനിങ്ങിലൊക്കെ പഠിച്ചിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. ഓക്കെ, a classification problem requires that examples be classified into one of two or more classes. എന്താണ് ക്ലാസിഫിക്കേഷനിൽ നമുക്ക് തന്നിരിക്കുന്ന വൺ ഓഫ് ടു, അതായത് രണ്ടെണ്ണത്തിൽ ഏതെങ്കിലും ഒന്നിലേക്കോ അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ ക്ലാസ്സിലേക്കോ, ഞാൻ പറഞ്ഞു മൾട്ടി ക്ലാസ് ക്ലാസിഫിക്കേഷൻസ് വരും, ഇതിനകത്ത് തന്നെ നമുക്ക് മൾട്ടി ക്ലാസ്സും ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെ വരുന്ന ക്ലാസിഫിക്കേഷൻ പ്രോബ്ലംസ് ആണ്. പിന്നെ ക്ലാസിഫിക്കേഷൻ ക്യാൻ ഹാവ് റിയൽ വാല്യൂഡ് ഓർ ഡിസ്ക്രീറ്റ് ഇൻപുട്ട് വേരിയബിൾസ്, അതായത് റിയൽ വാല്യൂഡ് ഇൻ ദ സെൻസ് സീറോസോ വൺസോ, അതായത് ഡിസ്ക്രീറ്റ് എസ് ഓർ നോ എന്നുള്ളൊരു വാല്യൂ, അതായത് ഏതെങ്കിലും രണ്ട് ക്ലാസ്സിൽ മാത്രമേ പോകത്തുള്ളൂ. ഓക്കെ, 0 അല്ലെങ്കിൽ 1, അതാണ് ഡിസ്ക്രീറ്റ് ഇൻപുട്ട് വേരിയബിൾസ് എന്ന് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഈ പോയിന്റ് വളരെ നിങ്ങൾ ഇമ്പോർട്ടൻ്റ് ആണ്, ഇത് നോട്ട് ഡൗൺ ചെയ്തേക്കണം. എ ക്ലാസിഫിക്കേഷൻ ക്യാൻ ഹാവ് റിയൽ വാല്യൂഡ് ഓർ ഡിസ്ക്രീറ്റ് ഇൻപുട്ട് വേരിയബിൾസ്. കാരണം ഇത് റിഗ്രഷൻ വരുന്ന സമയത്ത് ഇതിൻ്റെ ഡിഫറൻസ് നിങ്ങൾക്ക് മനസ്സിലാവും. ക്ലാസിഫിക്കേഷനും റിഗ്രഷൻ തമ്മിലുള്ള ഡിഫറൻസ് ഈ ഒരൊറ്റ പോയിന്റിലാണ് വരുന്നത്. നല്ലൊരു ഇമ്പോർട്ടൻറ്റ് പോയിന്റാണിത്. നെക്സ്റ്റ്, എ പ്രോബ്ലം വിത്ത് 2 classes ഈസ് ഓഫൺ കോൾഡ് എ 2 class or ബൈനറി ക്ലാസിഫിക്കേഷൻ പ്രോബ്ലം. രണ്ട് ക്ലാസ് മാത്രമാണുള്ളെങ്കിൽ നമ്മൾ നേരത്തെ ഡ്യുവൽ എന്ന് പറഞ്ഞ് പഠിച്ചില്ലേ, അപ്പം ബൈനറി ക്ലാസിഫിക്കേഷൻ പ്രോബ്ലംസ് ആണ് അതെന്ന് പറയുന്നത്. ഓക്കെ, ഇനി എ പ്രോബ്ലം വിത്ത് മോർ ദാൻ 2 ക്ലാസ്സിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുക, മൾട്ടി ക്ലാസ് ക്ലാസിഫിക്കേഷൻ പ്രോബ്ലം എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ക്ലാസിഫിക്കേഷനകത്ത് പഠിക്കാനുള്ളത്. നെക്സ്റ്റ് ക്ലാസ് ഓഫ് മെഷീൻ ലേണിംഗ് പ്രോബ്ലം ഈസ് റിഗ്രഷൻ. Regression problem is the problem of predicting the value of a numeric variable based on observed values of a variable. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത്, ക്ലാസിഫിക്കേഷൻ പ്രോബ്ലം എന്ന് പറയുന്നത് നമുക്ക് ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ഒന്നെങ്കിൽ ഒരു ക്ലാസിഫിക്കേഷൻ ആയിട്ടാണ് നടത്തിയത്, അതായത് സീറോസ് അല്ലെങ്കിൽ വൺസ് എന്ന് പറയുന്ന ഔട്ട്പുട്ടിലേക്കായിരിക്കും പോകുന്നത്. അതായത് ഒന്നെങ്കിൽ അത് ഏത് ക്ലാസ് എന്ന്, അതായത് സീറോസ് ഓർ വൺസ് എന്ന് പറയുമ്പോൾ ആ കൂടി 2 ക്ലാസ് ആയിരിക്കും നിങ്ങൾക്ക് തരുന്നത്, അല്ലെങ്കിൽ മൾട്ടി ക്ലാസ് ഉണ്ട്, അതിലേതെങ്കിലും ഒരു ക്ലാസ്സിലേക്കായിരിക്കും നിങ്ങൾക്ക് ഔട്ട്പുട്ട് വരുന്നത്. ഓക്കെ, അതുപോലെയല്ല റിഗ്രഷനകത്ത് വരുന്ന ഔട്ട്പുട്ട് എന്ന് പറയുന്നത് എപ്പോഴും ഒരു റിയൽ വാല്യൂഡ് ഔട്ട്പുട്ട് ആയിരിക്കും നമുക്ക് ജനറേറ്റ് ആയിട്ട് വരുന്നത്. ഓക്കെ, ഒരു ഫ്ലോട്ടിംഗ് പോയിന്റ് അല്ലെങ്കിൽ റിയൽ വാല്യൂഡ് ആയിട്ടുള്ള ഒരു ഔട്ട്പുട്ട് ആയിരിക്കും നമുക്ക് റിഗ്രഷനിലൂടെ ജനറേറ്റ് ആയി കിട്ടുന്നത്. അപ്പം പറയാം ഞാനത്. റിഗ്രഷൻ പ്രോബ്ലം എന്ന് പറയുന്നത് പ്രോബ്ലം ഓഫ് പ്രെഡിക്റ്റിംഗ് ദ വാല്യൂ ഓഫ് എ ന്യൂമറിക് വേരിയബിൾ. ഒരു ന്യൂമറിക് വേരിയബിളിൻ്റെ വാല്യൂ പ്രെഡിക്റ്റ് ചെയ്യുകയാണ്. ആ വാല്യൂ എന്ന് പറയുന്നത് നമ്മളുടെ പാസ്റ്റ് ഡേറ്റാസ് വെച്ച് തന്നെയാണ് പ്രെഡിക്റ്റ് ചെയ്യുന്നത്. അവിടെയും ഈ പറയുന്ന റിഗ്രഷനകത്തും നമ്മൾ ഇൻപുട്ടും ഔട്ട്പുട്ടും വെച്ച് തന്നെയാണ് ഡേറ്റാസിനെ ട്രെയിൻ ചെയ്തെടുക്കുന്നത്. ഓക്കെ, ബട്ട് ഔട്ട്പുട്ട് എന്ന് പറയുന്നത് റിയൽ വാല്യൂഡ് ആയിട്ടുള്ള നമ്പർ ആയിരിക്കും. അതേസമയം ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു കാറ്റഗറിയിലേക്കായിരിക്കും നമ്മളത് പറഞ്ഞു കൊടുക്കുന്നത്. ഇന്ന കാറ്റഗറി അല്ലെങ്കിൽ വേറൊരു കാറ്റഗറി എന്നുള്ള രീതിയിലേക്കായിരിക്കും ക്ലാസിഫിക്കേഷൻ്റെ ഔട്ട്പുട്ട് പോകുന്നത്.
അപ്പം ഈ പറയുന്ന ക്ലാസിഫിക്കേഷനും റിഗ്രഷനകത്തും എല്ലാം തന്നെ ലേബിൾഡ് ഡേറ്റാസ് ആണ് വരുന്നത്. ലേബിൾഡ് ഡേറ്റാസ് ഇൻ ദ സെൻസ് നമ്മൾ ഇൻപുട്ടും ഔട്ട്പുട്ടും കൊടുത്ത് നമ്മൾ അതിനെ ട്രെയിൻ ചെയ്യുകയാണ്, അതായത് കറസ്പോണ്ടിങ് ഔട്ട്പുട്ടും കൂടെ കൊടുത്ത് ട്രെയിൻ ചെയ്യുമ്പോഴാണ് അത് ലേബിൾഡ് ഡേറ്റ എന്ന് പറഞ്ഞ് വരുന്നത്. ഓക്കെ, ദ വാല്യൂ ഓഫ് ദ ഔട്ട്പുട്ട് വേരിയബിൾ മേ ബി എ നമ്പർ. ഓക്കെ, value of the output variable may be a number എന്ന് പറയുന്നത് such as an integer or a floating point value. Okay, output can be either integer or a floating point value, and the input variables may be discrete or real valued. This input variable അത് discrete or real valued ആകാം. Okay, so here we are given an example. ആ എക്സാമ്പിൾ എന്ന് പറയുന്നത് ഒരു കാറിൻ്റെ പ്രൈസ് പ്രെഡിക്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പോൾ കാറിൻ്റെ ഏജ്, അതെത്ര കിലോമീറ്റർ യൂസ് ചെയ്തിട്ടുണ്ട്, എത്ര കിലോമീറ്റർ ഓടിയിട്ടുണ്ട്, അതിൻ്റെ വെയിറ്റ്, അതെല്ലാം വെച്ചിട്ടാണ് ഇവിടെ പ്രൈസിനെ പ്രെഡിക്റ്റ് ചെയ്യുന്നത്. ഓക്കെ, സോ അതിൻ്റെ ഡേറ്റാസും നമ്മൾ തന്നിട്ടുണ്ട്, അതായത് ഇൻപുട്സും തന്നിട്ടുണ്ട്. ഇൻപുട്ട് നമ്മൾ കുറേ ആട്രിബ്യൂട്ട്സ് നോക്കുന്നുണ്ട്, ആ കാറിൻ്റെ ആട്രിബ്യൂട്ട്സ് കുറേ നോക്കുന്നുണ്ട്, ആ ആട്രിബ്യൂട്ട്സും തന്നിട്ടുണ്ട്, അതിൻ്റെ പ്രൈസും തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അതെങ്ങനെയാണെന്ന് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്തെടുക്കാം. We are required to estimate the price of a car aged 25 years with distance 53,240 km and weight 1,200 pounds. അപ്പോൾ നമ്മളടുത്ത് പറഞ്ഞിരിക്കുന്നത് ഒരു കാറിൻ്റെ പ്രൈസ് എസ്റ്റിമേറ്റ് ചെയ്യാനാണ്. അത് 25 ഇയേഴ്സ് ആയിട്ടുള്ളതും അതുപോലെ തന്നെ 53,240 കിലോമീറ്റർ ഓടിയ ഒരു കാറിൻ്റെയും അതുപോലെ തന്നെ മൂന്നാമത്തെ ആട്രിബ്യൂട്ട് തന്നിരിക്കുന്നത് അതിൻ്റെ വെയിറ്റ് 1,200 പൗണ്ട്സ് എന്ന് പറഞ്ഞിട്ടാണ് തന്നിരിക്കുന്നത്. അപ്പോൾ ഇത്രയും 3 ആട്രിബ്യൂട്ട്സ് വെച്ചിട്ട് അതിൻ്റെ പ്രൈസ് എന്താണെന്ന് നമ്മുടെ പാസ്റ്റ് ഡേറ്റാസ് വെച്ചിട്ട് നമ്മൾ പ്രെഡിക്റ്റ് ചെയ്തെടുക്കണം. ഓക്കെ, ദിസ് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് എ റിഗ്രഷൻ പ്രോബ്ലം. ഈ പറയുന്ന റിഗ്രഷൻ, ഇപ്പം ഈ പറയുന്ന ക്വസ്റ്റ്യൻ കാണുമ്പം തന്നെ അതറിയാം ഇത് ക്ലാസിഫിക്കേഷനിനകത്താണോ ഇത് റിഗ്രഷനകത്താണോ വരുന്നത്. ഡെഫിനറ്റ്ലി ക്ലാസിഫിക്കേഷൻ ആയിരിക്കണമെങ്കിൽ ഏതെങ്കിലും ക്ലാസ്സിനകത്തേക്ക് നമ്മൾ കാറ്റഗറി ചെയ്ത് ഇടണം. ഇതങ്ങനെയല്ല, നമുക്ക് ഡെഫിനറ്റ്ലി പ്രൈസ് ആയതുകൊണ്ട് തന്നെ എൻ്റെ വാല്യൂ ആണ് നമുക്ക് വേണ്ടത്. അതുകൊണ്ട് തന്നെ അത് എന്ത് പ്രോബ്ലമാണ്, റിഗ്രഷൻ ടൈപ്പ് പ്രോബ്ലംസ് ആണ്. ഓക്കെ, ബിക്കോസ് വി ഹാവ് ടു പ്രെഡിക്റ്റ് ദ വാല്യൂ ഓഫ് എ ന്യൂമറിക് വേരിയബിൾ പ്രൈസ്. അപ്പോൾ ഇവിടെ നോക്കുക, ലെറ്റ് X denote the set of input variables. നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ട് വേരിയബിൾ ഏതൊക്കെയാണോ അതാണ് എക്സും, വൈ എന്ന് പറയുന്നത് ഔട്ട്പുട്ട് വേരിയബിളും. General approach to regression is to assume a model that is a mathematical relation between x and y involving some parameters theta. അപ്പോൾ ഇവിടെ നമ്മൾ y എന്ന് പറയുന്ന ഔട്ട്പുട്ട് കിട്ടാനായിട്ട് നമ്മളൊരു ഫംഗ്ഷൻ യൂസ് ചെയ്യുന്നുണ്ട്. ഏതെങ്കിലും നമ്മുടെ മോഡലിനകത്ത് ഒരു മാത്തമാറ്റിക്കൽ റിലേഷൻ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ആ പറയുന്ന ഇൻപുട്ട് ആട്രിബ്യൂട്ട്സും അതുപോലെ തന്നെ ഒരു പാരാമീറ്ററും കൂടി വെച്ച് കാൽക്കുലേറ്റ് ചെയ്തിട്ടാണ് അതിൻ്റെ ഔട്ട്പുട്ട് നമ്മൾ ജനറേറ്റ് ചെയ്യുന്നത്. ഓക്കെ, y ഈക്വൽ ടു function f of x. X is the set of attributes, that input attributes or input variables, and also some parameters theta is given here. Okay, this is how we need to calculate the output value y. The function f of x comma theta is called the regression function. കണ്ടു തന്നിരിക്കുന്ന എഫ് ഓഫ് നമ്മൾ ഈ കാൽക്കുലേറ്റ് ചെയ്യുന്ന എഫ് ഓഫ് എക്സ് കോമ തീറ്റ എന്ന് പറയുന്നതാണ് റിഗ്രഷൻ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. എക്സ് എന്ന് പറയുന്നത് ഇൻപുട്ട് വേരിയബിൾസ് ഓർ ആട്രിബ്യൂട്ട്സ് ആൻഡ് തീറ്റ ഈസ് ദി പാരാമീറ്റർ വാല്യൂ. ഓക്കെ, സോ വാട്ട് ഈസ് ദ എയിം? Estimate the values of the dependent variable y are as close as possible to correct values given in the training data sets. We have to predict the value of the y and we need to check that y, the output generated y is very close to the values that we already trained using our given data sets. അപ്പം തന്നിരിക്കുന്ന ഡേറ്റാ സെറ്റ്സ് വെച്ചിട്ട് നമ്മൾ ട്രെയിൻ ചെയ്ത ഔട്ട്പുട്ട് വേരിയബിൾ, ഔട്ട്പുട്ട് വാല്യൂമായിട്ട് നമ്മൾ എന്ത് ചെയ്യും, നമുക്ക് കിട്ടിയ, അതായത് പുതുതായിട്ട് കിട്ടിയ ഒരു ഔട്ട്പുട്ട് വേരിയബിളിനെ എന്ത് ചെയ്യും, ചെക്ക് ചെയ്ത് നോക്കും. ഓക്കെ, അങ്ങനെയാണ് ആ ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് ഓക്കെ ഏകദേശം അടുത്താണെങ്കിൽ നമുക്ക് പറയാം നമ്മൾ ചെയ്ത ഡേറ്റാസ് കറക്റ്റ് ആണെന്ന്, ട്രെയിൻ ചെയ്തത് കറക്റ്റ് ആണെന്ന്. അല്ലാന്നുണ്ടെങ്കിൽ വീണ്ടും നമ്മൾ ഐട്രേറ്റീവായിട്ട് പോകും. വീണ്ടും നമ്മൾ എന്ത് ചെയ്യും, ഒന്നും കൂടി ആ മോഡൽ മാറ്റി ആ ഫംഗ്ഷൻ എല്ലാം പാരാമീറ്റേഴ്സ് എല്ലാം ഒന്ന് സെറ്റ് ചെയ്ത് വെച്ചിട്ട് വീണ്ടും ട്രൈ ചെയ്യാം. ഓക്കെ, ഇങ്ങനെയാണ് നമ്മുടെ ഈ പറയുന്ന റിഗ്രഷൻ എന്ന് പറയുന്ന ഈ സൂപ്പർവൈസ്ഡ് ലേണിംഗ് വർക്ക് ആവുന്നത്.
an എക്സാമ്പിൾ എന്തെങ്കിലും നോക്ക്, y ഈക്വൽ ടു എഫ് ഓഫ് എക്സ് കോമ തീറ്റ എന്ന് പറയുന്നത് എങ്ങനെയാണ് വർക്ക് ചെയ്തത്, ആ പ്രൈസ് എങ്ങനെയാണ് പ്രെഡിക്റ്റ് ചെയ്തിരിക്കുന്നതെന്ന് അവിടെ പറയുന്നുണ്ട്. താഴെ എക്സാമ്പിൾ നോക്കാം. A0 പ്ലസ്, അതായത് ആട്രിബ്യൂട്ട്സ് ആണ് ഈ പറയുന്ന അതായത് എക്സും x1ഉം x2 x3 എന്നെല്ലാം പറയുന്നത് ഇൻപുട്ട് ആട്രിബ്യൂട്ട്സുകളാണ്, നമ്മൾ കൊടുക്കുന്ന ആട്രിബ്യൂട്ട്സും. ഈ A0 A1 A2 എന്നെല്ലാം പറഞ്ഞിരിക്കുന്നത് നമ്മളെ പാരാമീറ്റേഴ്സാണ് കൊടുത്തിരിക്കുന്നത്. അപ്പം A0 പ്ലസ് A1 ഇൻറ്റു age. Age is the first parameter and A1 is the kind of some other parameters. Age is the attributes, input attributes, and A1 is the parameter, and next one is plus A2 into distance, and distance is the input attribute, and A2 is the another parameter. A3 into weight എന്ന് പറയുന്നത് it is also an input attribute, and A3 എന്ന് പറയുന്നത് its corresponding parameter ആണ്. അപ്പോൾ ഇങ്ങനെ വെച്ചിട്ടാണ് നമ്മളിതിനെ എന്താണ് റിഗ്രഷൻ ഔട്ട്പുട്ടിനെ പ്രെഡിക്റ്റ് ചെയ്തെടുക്കുന്നത്. അപ്പം നിങ്ങൾക്ക് തോന്നാം ഈ പറയുന്ന ഫംഗ്ഷൻ അല്ലെങ്കിൽ ഇക്വേഷൻ എങ്ങനെ എഴുതിയെന്ന്. അപ്പോൾ ഇതിനെ നമ്മൾ റിഗ്രഷൻസിനെ വീണ്ടും ഡിവൈഡ് ചെയ്യുന്നുണ്ട്, സബ് ക്ലാസ്സിലേക്ക് വരുന്നുണ്ട്. ഓക്കെ, അത് ഞാനിപ്പോൾ പറഞ്ഞു തരാം. അപ്പോൾ ആ സബ് ക്ലാസ്സിൽ ഒരു സബ് ക്ലാസ്സിനകത്ത് വരുന്ന ഒരു ഇക്വേഷനാണ് ഈ പറയുന്ന റിഗ്രഷൻ്റെ സബ് ക്ലാസ്സിൽ വരുന്ന ഒരാളുടെ ഇക്വേഷനാണ്. ആ ഇക്വേഷൻ വെച്ചിട്ടാണ് ഈ പറയുന്ന പ്രൈസിനെ പ്രെഡിക്റ്റ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അത് ഇനി വരുന്ന, അതായത് അടുത്ത് തന്നെ ഞാൻ പറയാം അത് ഏതൊക്കെ തരത്തിലുള്ളതാണ്. ബേസ്ഡ് ഓൺ 3 ഡിഫറെൻറ്റ് ആസ്പെക്ട്സ്, ദ നമ്പർ ആൻഡ് ടൈപ്പ് ഓഫ് ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ, ടൈപ്പ് ഓഫ് ഡിപ്പെൻഡൻറ്റ് വേരിയബിൾസ്, ഷേപ്പ് ഓഫ് റിഗ്രഷൻ ലൈൻ, റിഗ്രഷൻ മോഡൽസ് ക്യാൻ ബി ക്ലാസിഫൈഡ് ആസ് ബിലോ. അതായത് നമുക്ക് റിഗ്രഷൻ മെയിൻലി 4 ടൈപ്സ് ഓഫ് റിഗ്രഷൻ ഉണ്ട്. ഇതിൽ ഏത് റിഗ്രഷൻ ആണ് എടുക്കേണ്ടത് എന്ന് തീരുമാനിക്കുന്ന ഫാക്ടേഴ്സാണ് ഈ 3 എണ്ണം. ഒന്ന്, നമ്പർ ആൻഡ് ടൈപ്പ് ഓഫ് ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾസ്, ഡിപ്പെൻഡൻ്റ് അല്ല, ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾസിൻ്റെ എത്ര ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾസ് ഉണ്ട്, അതിൻ്റെ ടൈപ്പ് എന്താണ്. ഇനി എത്ര ഡിപ്പെൻഡൻറ്റ് വേരിയബിൾസ് ഉണ്ട്, അതിൻ്റെ ടൈപ്പ് എന്തൊക്കെയാണ്. ആൻഡ് വാട്ട് ഈസ് ദി ഷേപ്പ് ഓഫ് എ റിഗ്രഷൻ ലൈൻ. റിഗ്രഷൻ ലൈൻ്റെ ഷേപ്പ് എന്ന് നിങ്ങൾ അതായത് ഇവിടെ ഉദ്ദേശിക്കുന്നത് ഒന്നെങ്കിൽ നമുക്ക് സ്ട്രെയിറ്റ് ലൈൻ വെച്ചിട്ട് ഒരു ഗ്രാഫ് നമ്മൾ പ്രെഡിക്റ്റ് ചെയ്യുക. നമ്മൾ നേരത്തെ ഒരു ഗ്രാഫ് വരച്ചല്ലോ, അതേപോലെ തന്നെ റിഗ്രഷൻ്റെ ഇൻപുട്സ് തരുമ്പോഴും ഔട്ട്പുട്ട് തരുമ്പോഴും ആ പാസ്റ്റ് ഡേറ്റാസ് തരുമ്പോൾ ആ ഡേറ്റാസ് വെച്ചിട്ട് നമ്മളൊരു ഗ്രാഫ് ഉണ്ടാക്കും. ആ ഗ്രാഫ് ഉണ്ടാക്കുമ്പം ഇപ്പോൾ സ്ട്രെയിറ്റ് ലൈൻ ആണ് വരയ്ക്കുന്നതെങ്കിൽ ആ സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കുമ്പോഴാണോ എനിക്ക് ആ ഔട്ട്പുട്ടുകൾ കറക്റ്റായിട്ട്, അതായത് പുതിയ ഇൻപുട്ട് കൊടുക്കുമ്പോൾ പുതിയ ഔട്ട്പുട്ട് കറക്റ്റായിട്ട് പാസ്റ്റ് ഡേറ്റ വെച്ച് കിട്ടുന്നതെന്ന് നോക്കണം. ഓക്കെ, അതല്ല കർവ്ഡ് ലൈൻ ആണോ കൊടുക്കുമ്പോഴാണ് കുറച്ചും കൂടെ ഔട്ട്പുട്ട് കറക്റ്റായിട്ട് കിട്ടുന്നത് നോക്കണം. അപ്പോൾ ഇതിനെയൊക്കെ ഷേപ്പും കൂടി ഈ പറയുന്ന റിഗ്രഷൻ ലൈനിൻ്റെ ഷേപ്പും കൂടി ഒരു വലിയൊരു ഫാക്ടറാണ്. ഓക്കെ, സോ റിഗ്രഷൻ മോഡൽസിനെ 4 ടൈപ്സ് ആയിട്ടാണ് ഡിവൈഡ് ചെയ്യുന്നത്. നമുക്ക് ഈ പറയുന്ന റിഗ്രഷനിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഇവിടെ തോന്നുകയാണെങ്കിൽ സീ മൈ ഫസ്റ്റ് വീഡിയോ ഓഫ് മെഷീൻ ലേണിംഗ്, അതൊരു ഇംഗ്ലീഷിലെ ഒരു ലെക്ചറാണ്. ആ പറയുന്ന വീഡിയോയ്ക്കകത്ത് ഞാൻ കറക്റ്റ് നിങ്ങൾക്ക് വരച്ച് തന്നെ കാണിക്കുന്നുണ്ട് എങ്ങനെയാണ് ഒരു സ്ട്രെയിറ്റ് ലൈൻ പോകുമ്പോഴും ഒരു കർവ്ഡ് റീജിയനിൽ വരയ്ക്കുമ്പോഴും റിഗ്രഷൻ ലൈൻ വരയ്ക്കുമ്പോഴും ഔട്ട്പുട്ട് തമ്മിലുള്ള ഡിഫറൻസ് അവിടെ പറഞ്ഞു തരുന്നുണ്ട്. ആ ഒരു വീഡിയോ ഇതിനകത്ത് നിങ്ങൾക്ക് ഡൗട്ട് തോന്നുവാണെങ്കിൽ ആ വീഡിയോ ഒന്ന് കണ്ടേക്കണം. അത് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം. അപ്പം 4 ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് റിഗ്രഷൻസ് ആണുള്ളത്. ഒന്ന് സിമ്പിൾ ലീനിയർ റിഗ്രഷൻ, അതാണ് നമ്മുടെ ലൈനിൻ്റെ ഇക്വേഷനാണ് വരുന്നത്. y ഈക്വൽ ടു a പ്ലസ് ബി എക്സ് എന്ന് പറഞ്ഞ സിമ്പിൾ ലീനിയർ റിഗ്രഷൻ. അതായത് റിഗ്രഷൻ ലൈനാണ് നമ്മൾ അതിനകത്ത് വരയ്ക്കുന്നത് ക്ലാസിഫൈ ചെയ്യാനായിട്ട്, അതായത് വാല്യൂസ് പ്രെഡിക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ദെൻ മൾട്ടി വേരിയൻറ്റ് ലീനിയർ റിഗ്രഷൻ, ഈ പറഞ്ഞ തൊട്ട് മുന്നേ ഞാൻ പറഞ്ഞ എക്സാമ്പിളിൽ നമ്മളിപ്പം കാറിൻ്റെ പ്രൈസ് പ്രെഡിക്റ്റ് ചെയ്തല്ലോ, ആ എക്സാമ്പിളിൽ ശരിക്കും മൾട്ടി വേരിയൻറ്റ് ലീനിയർ റിഗ്രഷനാണ് അവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. നമ്മൾ പറഞ്ഞു ഈ പറയുന്ന റിഗ്രഷൻ ലൈനിനെ പ്രെഡിക്റ്റ് ചെയ്യുന്നത്, അതായത് നമ്മൾ റിഗ്രഷൻ ലൈനിനെ ഏത് ടൈപ്പിലുള്ള റിഗ്രഷൻ ലൈനാണ് യൂസ് ചെയ്യുന്നതെന്ന് എടുക്കുന്നത് ഡിപ്പെൻഡൻറ്റ് വേരിയബിൾസിനെയും ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾസിനെയും നോക്കിയിട്ടാണ് നമ്മൾ എടുക്കുന്നത്. അപ്പം നമ്മൾ ആ പറയുന്ന എക്സാമ്പിളിൽ കാറിൻ്റെ പ്രൈസിൻ്റെ എക്സാമ്പിളിൽ നമ്മൾ യൂസ് ചെയ്തത് റിഗ്രഷൻ എന്ന് പറയുന്നത് മൾട്ടി വേരിയൻറ്റ് ലീനിയർ റിഗ്രഷനാണ്. അതുകൊണ്ടാണ് ആ ഇക്വേഷൻ y ഈക്വൽ ടു a0 പ്ലസ് a1 ഇൻറ്റു എക്സ് പ്ലസ് എക്സെട്ര അപ് ടു an ഇൻറ്റു xn. a0 a1 an എന്ന് പറയുന്ന പാരാമീറ്റേഴ്സ്, ദെൻ x1 x2 x3 എന്ന് പറയുന്നത് ഇൻപുട്ട് ആട്രിബ്യൂട്ട്സുകളാണ്.
പിന്നെ വരുന്നത് പോളിനോമിയൽ റിഗ്രഷൻ. അതെന്ന് പറയുന്നത് പോളിനോമിയൽ ടൈപ്പ് ആയിരിക്കും. y ഈക്വൽ ടു a0 പ്ലസ് a1 ഇൻറ്റു എക്സ് പ്ലസ് എക്സെട്ര അപ് ടു an xn എന്ന് പറയുന്ന രീതി, എക്സ് റൈസ് ടു n എന്ന് പറയുന്ന രീതിയിലേക്ക് പോകും. ഓക്കെ, ഇനി ലോജിസ്റ്റിക് റിഗ്രഷൻ ആണ് ഫോർത്ത് വൺ. അതെന്ന് പറഞ്ഞൊരു പ്രോബബിലിറ്റിയാണ്, ഇത് 0 അല്ലെങ്കിൽ 1 എന്നുള്ള രീതിയിൽ ഒരു പ്രോബബിലിറ്റി, ചാൻസ് ആണ് അവിടെ പറയുന്നത്. നമുക്ക് പിന്നീട് പഠിക്കും, നമ്മൾ ലോജിസ്റ്റിക് റിഗ്രഷൻ എന്തായാലും പിന്നീട് അങ്ങോട്ട് വരുമ്പോൾ പഠിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഡെപ്തിലേക്ക് പോകാം. ഓക്കെ, സോ ദിസ് ഈസ് ഓൾ അബൌട്ട് ദി ഡിഫറെൻറ്റ് ക്ലാസ്സസ് ഓഫ് മെഷീൻ ലേണിംഗ് പ്രോബ്ലംസ്. ശരിക്കും ഞാൻ പറഞ്ഞു, ഈ മെഷീൻ ലേണിംഗ് പ്രോബ്ലത്തിൻ്റെ ഡിഫറെൻറ്റ് ക്ലാസ്സസ് ശരിക്കും പറയുന്നത് മെഷീൻ ലേണിംഗ് ടൈപ്സുകൾ 3 തരത്തിലുണ്ട്. അതായത് സൂപ്പർവൈസ്ഡ്, അൺസൂപ്പർവൈസ്ഡ് ആൻഡ് റീഎൻഫോഴ്സ്മെൻറ്റ്. ഇതിനകത്ത് വരുന്ന സബ് ക്ലാസിഫിക്കേഷനാണ് ശരിക്കും പറഞ്ഞാൽ നമ്മളിപ്പോൾ ക്ലാസ്സസ് എന്നുള്ള രീതിയിൽ നിങ്ങളുടെ K2 സിലബസിനകത്ത് പഠിക്കാൻ തന്നിരിക്കുന്നത്. അതിലൊന്നാണ് ലേണിംഗ് അസോസിയേഷൻ. ഫസ്റ്റ് വൺ ഈസ് ലേണിംഗ് അസോസിയേഷൻ, സെക്കൻഡ് വൺ ഈസ് ക്ലാസിഫിക്കേഷൻ ആൻഡ് ദ തേർഡ് വൺ ഈസ് റിഗ്രഷൻ. ഓക്കെ, സോ വി ക്യാൻ ഐ ഹോപ്പ് ദാറ്റ് യു അണ്ടർസ്റ്റുഡ് ദിസ് പോയിൻറ്റ്. ഇതിനകത്ത് നമ്മൾ ഈ വീഡിയോനകത്ത് മീൻസ് പഠിച്ചത്, നമ്മൾ സ്റ്റഡി ചെയ്തത് different classes of machine learning problems ആണ്. Next I will come with different types of learning, that means supervised and reinforcement learning in my next coming video. Till then, thank you and bye.